ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മീൻകുളത്തി ഭഗവതി ക്ഷേത്രമായിട്ടുള്ള പല്ലശ്ശന എന്ന പാലക്കാടുള്ള ക്ഷേത്രത്തിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഒരു മീൻകുളത്തി ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മീൻകുളത്തി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ പൊള്ളാച്ചിക്ക് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും, പാലക്കാട് എന്ന ടൗണിൽ നിന്നും ഒരു 24 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ പല്ലശ്ശന എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അവിടെ ചെന്നാലാണ് ഈ മനോഹരമായിട്ടൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്പലക്കുളമുണ്ട്. ആ കുളത്തിൽ മീനുകൾക്ക് തീറ്റ നമുക്ക് കൊടുക്കാം. ഒരിക്കലും ആ മീനുകളെ നമുക്ക് പിടിക്കാനോ കാര്യങ്ങളോ പാടില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വലിയ ദുരന്തങ്ങൾ നമുക്ക് സംഭവിക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അതുപോലെ തന്നെ ഇവിടെ അടുത്തായി തന്നെ വീരഭദ്ര സ്വാമിയെയും ആരാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ നമ്മളെ സങ്കടത്തോടെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള പ്രതിവിധി അവിടെ നിന്ന് കിട്ടുമെന്നാണ് അവിടുത്തെ ഐതിഹ്യം. അതുപോലെ തന്നെ നമ്മളിവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കണം. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. നമ്മളെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. മധുരമീനാക്ഷിൻ്റെ ബാക്കി വരുന്നൊരു ക്ഷേത്രമാണ് ഈ മീൻകുളത്തി ഭഗവതി ക്ഷേത്രമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തമിഴരാണ് കൂടുതലായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചകളും തമിഴ്നാട്ടിൽ വമ്പം കൂടുതലായിട്ട് എത്തുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു പണ്ടത്തെ 2000 വർഷം മുന്നേ സ്ഥിതിച്ച ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം കാണാൻ മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡല്ല. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പുറത്തു നിന്ന് തീറ്റ വാങ്ങി അവിടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ പോയ പല വഴിപാടുകളും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കാരണം മീൻകുളത്തി ഭഗവതിയാണിത്. നമുക്ക് എന്ത് അനുഗ്രഹവും വേണമെങ്കിലും ഭഗവതിയോട് നമ്മളോടൊപ്പം നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്ന ഒരാളായാലും അതിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെ അവിടെ ചെന്ന് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി കിട്ടുമെന്നാണ് ഇവർ തമിഴ്നാട്ടുകാരുടെ വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ കേരളക്കാരുടെ വിശ്വാസവും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തമിഴ്നാട്ടുകാരുടെ ഒഴുക്ക് തന്നെയാണ് ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതലും ആളുകൾ വരിക മാത്രമാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല വലിയ വരിയാണ്. നമ്മൾ കാരണം പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള എടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു 40-42 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൂടുതൽ ആളുകളും ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു.